വടകര ഏറാമലയിൽ തെരുവുനായ ആക്രമണം, കുട്ടികളടക്കം 15 പേർക്ക് പരിക്കേറ്റു. ഏറാമല പഞ്ചായത്തിൽ നിന്ന് 10-15ഓളം ആളുകളെ ഭീകരമായ രൂപത്തിൽ തെരുവുനായ കടിക്കുന്ന അവസ്ഥ. തെരുവുനായ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ പട്ടിയാന്ന് തോന്നുന്നു. ഒരു പട്ടി തന്നെയാണ് മുഴുവൻ ആളെയും കടിച്ചിട്ടുള്ളത്. കുറേ ആളുകൾ വടകര ഗവൺമെൻറ് ആശുപത്രിയിലും കുറേ ആളുകൾ മാഹി ഹോസ്പിറ്റലിലും ചില തടസ്സങ്ങളുള്ളതിൻ്റെ ഭാഗമായി തലശ്ശേരി ഹോസ്പിറ്റലിലും പോയി ചികിത്സ തേടിയിരിക്കുകയാണ്. തെരുവ് നായയുടെ അല്ലെങ്കിൽ നായി കടിച്ചിട്ടുള്ള ഒരു ശല്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്ത് സാധാരണ എല്ലാവരുടെയും ജീവിതത്തിന് അങ്ങേ ഭീഷണിയായിരിക്കുകയാണ്. അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് തെരുവ് നായ്ക്കളെയും ഇത്തരത്തിലുള്ള പട്ടികൾക്കെതിരെയുള്ള അതിനെ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള നടപടിക്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ മേഘന മുരളി നൽകും. മേഘന, എന്താണ് ഇപ്പോൾ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ലിബിഷ്, ഏറാമല പഞ്ചായത്തിലെ അതിയൂര്, തുരുത്തിമുക്ക് എന്നീ പ്രദേശങ്ങളിലെ 15ഓളം പേർക്കാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. 15ഓളം പേരെയാണ് സാരമായ പരിക്കുകളോടുകൂടി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുള്ളത്. വടകര, മാഹി, കോഴിക്കോട് തുടങ്ങിയ ആശുപത്രികളിലാണ് ഇപ്പോൾ ഈ പരിക്കേറ്റവരൊക്കെ ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. പക്ഷേ ഈ പരിസര ഭാഗത്ത്, അതായത് അതിയൂര്, തുരുത്തിമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലായി ഈ ഒരു നായ പരിഭ്രാന്തി പരത്തുന്ന ഒരു സാഹചര്യം ായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ നായയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 3-5 വയസ്സുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും വയോധികയ്ക്കും അടക്കം ഈ നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവിടെ നിന്ന് നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഇവിടെ കുറച്ചധികം ദിവസമായി ഈ തെരുവു നായയുടെ ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളെ അടക്കം ഓടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് പഞ്ചായത്തിലടക്കം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതി ഇവിടെ നിന്ന് നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടി ഇറങ്ങിയൊരു നായ, അതിനുശേഷം ഇതുവരെ ആ നായയെ പിടികൂടാനും കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ആ നായ പരിഭ്രാന്തി പരത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴും പഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്ത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും പരിക്കേറ്റ 15 പേരുടെയും ആരോഗ്യ സ്ഥിതി ഗുരുതരമല്ല. വിവിധ ആശുപത്രികളിൽ വടകര, മാഹി, കോഴിക്കോട് തുടങ്ങിയ മേഖലകളിലെ വിവിധ ആശുപത്രികളിൽ ഇവർ ചികിത്സ തേടിയിരിക്കുകയാണ്. ശരി മേഘന.